ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നേന്ത്രപ്പഴം റവയൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിഡിലൻ സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പാലിലല്ല, തേങ്ങാപ്പാലിലൊക്കെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. കിഡിലൻ ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാനും വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായൻ്റെ സീഡ്, ഇതുപോലെ സീഡ് മാത്രമായിട്ട് എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവിൻ പാലല്ല, ഞാൻ തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, പക്ഷേ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യോ ബട്ടറോ ഇത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ആ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ആ നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നെയ്യിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആ നെയ്യിൽ കിടന്നിട്ട് ആ പഴം അരച്ചെടുത്തത് നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം. അത് നല്ലപോലെ ഒന്ന് യോജിച്ച് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കണം. ഒറ്റയടിക്ക് അത് ഒന്നാകാണ്ട് കൊട്ടി കൊടുത്തിട്ട് ഇളക്കിയെടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ റവ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോവും, ഒന്ന് മിക്സാക്കി കിട്ടൂല നമുക്ക്. അപ്പോൾ ഈ പഴവും പാലും കൂടി തേങ്ങാപ്പാലും കൂടി അരച്ച മിക്സിലേക്ക് കുറേശ്ശെ റവ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി എടുത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ 1/2 കപ്പ് റവ ഇത് ഒന്ന് വെന്ത് തിക്കായിട്ട് വരാനും പാകത്തിനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന റവയുടെ ഇതിനനുസരിച്ച് ഇതിൽ വ്യത്യാസം ഉണ്ടാവും, നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഈ റവ വെന്ത് വരുന്ന സമയം വരെയും ഫ്ലെയിം നല്ലപോലെ കുറച്ച് തന്നെ ഇളക്കിയെടുത്ത് റവ നല്ലപോലെ വെന്ത് ഇത് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന പരുവം നല്ലപോലെ പരന്ന് നല്ലപോലെ വിട്ട് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന പരുവം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കുഞ്ഞു ബോൾസാക്കി എടുക്കാനും പാകത്തിനുള്ള ആയി വരുന്നത് വരെ ഇതുപോലെ ആയി കിട്ടുന്നത് വരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ ചൂടാറുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ബോൾസാക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക, ഇഷ്ടമുള്ള വലുപ്പത്തിലും ആക്കിയെടുക്കുക. ഞാനിപ്പോൾ കുഞ്ഞു ബോൾസായിട്ട് ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത്രയും വലിപ്പം വേണ്ട, ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതാക്കണം, കുറച്ച് നീളത്തിലുള്ള ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ കുഞ്ഞു ബോൾസായിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, നമ്മളിത് നെയ്യിലാണല്ലോ വഴറ്റിയെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയായിട്ട് എടുക്കണം. ഇഡലിച്ചെമ്പിൽ വാഴയില വെച്ച് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് ആവിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഉരുട്ടിയെടുത്ത ബോൾസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് ആവിയായിട്ട് എടുക്കുക. അതവിടെ ഇരിക്കട്ടെ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഒരു ബൗളെടുത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. കസ്റ്റാർഡ് പൗഡർ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ എടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ കലക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ കുറച്ച്
അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കാനും വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു നട്ട്സ്, അതായത് അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ഇതിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അത് കൂടി വരുമ്പോഴാണ്, അതും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് ഉള്ളതിനനുസരിച്ച്, ഇത്ര അളവിൽ വേണമെന്നൊന്നുമില്ല, ഉള്ളതിനനുസരിച്ച് എടുത്താലും മതി. നെയ്യിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് നെയ്യിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ടാവും. ഇതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം ഇത് വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിൽ പോലും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലപോലെ ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 2.5 കപ്പോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ തന്നെ ഇത് ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. തേങ്ങയൊക്കെ ചിരകി പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, മടിയുള്ളവർ പശുവിൻ പാലിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. തേങ്ങയൊക്കെ ഇല്ലാത്തവർ പശുവിൻ പാലിലും ഇത് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ സേമിയ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബോൾസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് അടുപ്പത്തു നിന്ന് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങ് ആറി വരട്ടെ. ഒരു 10 മിനിറ്റൊക്കെ തന്നെ ആവി കയറ്റിയെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയം കൊണ്ട് നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ വെന്ത് വന്ന ശേഷം മാത്രം ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പഞ്ചസാര, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടില്ല, പഞ്ചസാര തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം, ചൂടോടെ വേണമെങ്കിലും കഴിക്കാം. തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം തന്നെ മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോറോ അല്ലെങ്കിൽ എന്താണോ കസ്റ്റാർഡ് പൗഡർ എന്താണ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ കോൺഫ്ലോറാണ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം ഇത് ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അത് കുറുകി വരും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അത് കുറച്ച് നേരം നമുക്കത് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് നമുക്ക് ഇതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുകി വരും, പക്ഷേ അതിൻ്റെ ആ പച്ചച്ചോ ഒന്ന് പോയി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് വന്ന സമയത്ത് നമ്മൾ ആവിയായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ റവയുടെ ആ ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് കുത്തി ഇളക്കാതെ പതിയെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് വേവാനൊന്നും ബാക്കിയില്ലല്ലോ, ഒക്കെ വെന്തിട്ടാണ് ഓൾറെഡി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോൾസൊക്കെ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഇനി നമുക്കിത് തണുപ്പിച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചൂടാറിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് പുഡിംഗ് ബൗളിലേക്ക് അങ്ങനെ എന്തെങ്കിലും ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തണുപ്പിച്ച് വേണമെങ്കിൽ കഴിക്കുക. അതല്ല ഇതുപോലെ ചെറിയ ചൂടോടുകൂടി വേണമെങ്കിലും കഴിക്കുക. എങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ചെറിയ ചൂടോടുകൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എന്തെങ്കിലും ഒരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എന്നും ചെയ്തെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും, അതുപോലെ തന്നെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് ശേഷം മധുരമൊക്കെ കൊടുക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങനെ കൂട്ടി കടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സ്വീറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.